കുറച്ച് ദിവസമായി സൂര്യനെ ഇതുപോലെ കണ്ടിട്ട്. കാരണം ഉച്ചസമയങ്ങളിലെല്ലാം നല്ല മഴയാണ് കേട്ടോ. അപ്പം ഇന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് സൂര്യൻ വന്ന് തല കാണിച്ചിട്ട് പോയി. ആ സമയത്ത് എടുത്തതാണ് ഞാൻ ഈ വീഡിയോ. ഞാൻ ഒരു നേഴ്സറി പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഈ ബ്ലൂ ഡേയ്സിയും പിന്നെ ഈ കോക്കോപീറ്റും. വേറെ കുറച്ച് ചെടികളും മേടിച്ചിട്ടുണ്ട്, ഞാൻ വഴിയെ അത് കാണിക്കാം. ഇന്ന് നമ്മൾ കോക്കോപീറ്റ് തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പണി കിട്ടിയതാണ്. നിങ്ങൾക്ക് അങ്ങനൊരു പണി കിട്ടാതിരിക്കാൻ വേണ്ടി കൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഇതുപോലൊരു ബ്ലോക്ക് മേടിച്ചിട്ട് അതിനാവശ്യത്തിന് മാത്രം, അത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലേക്ക് ഉണങ്ങാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ പോട്ടി മിക്സ് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി ചെടിയൊക്കെ നട്ടു കൊടുത്തു. ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് സംഭവം സെറ്റായി. എന്നുവെച്ചാൽ എല്ലാം വാടി ഉണങ്ങി ആ ഒരു സിറ്റുവേഷനായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോക്കോപീറ്റിൻ്റെ പ്രശ്നമാണെന്ന്. പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ നോക്കിയപ്പം എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് സംഭവം മനസ്സിലായി കോക്കോപീറ്റിൻ്റെ ആണെന്ന്. നമ്മൾ പറയുമല്ലോ അമൃതം അധികമായ വിഷമെന്ന്, അതുപോലെ തന്നെ ഇതിലെ pH ആണെങ്കിലും ലിഗ്നിൻ്റെ കണ്ടൻ്റ് ആണെങ്കിലും അതുപോലെ സാൾട്ട് ആണെങ്കിലും എല്ലാം ഒരു മിതമായിട്ടേ നമുക്ക് ചെടികൾക്ക് വേണ്ടുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ നല്ല പ്രശ്നം വരും. പിന്നെ ലിഗ്നിൻ്റെ കാര്യം പറയേ വേണ്ട, അത് 5% കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം പ്രശ്നം വരും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പെട്ടെന്ന് നമുക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കണമെങ്കിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് സമയം ഉള്ളവരാണെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയൊക്കെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. എനിക്ക് പിന്നെ ഈ ക്ഷമ അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കമ്പോസ്റ്റ് ആക്കുന്നില്ല. അല്ലാതെ ഒരു 3-4 വട്ടം കഴുകിയിട്ട് ഇതുപോലെ ഉണങ്ങിയെടുത്താൽ മതി. അപ്പം പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ല. എന്നെപ്പോലെ ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് മാത്രമാണോ ഇങ്ങനെ അമ്മളി പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.